ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വൈറ്റ് ടോൺ ഉപയോഗിച്ചിട്ടുള്ളൊരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എനിക്ക് ഇനി ഇടാൻ പറ്റൂ. അപ്പോൾ എങ്ങനെയാണ് വീഡിയോയിലോട്ട് കിടക്കില്ലേ? ഇപ്പോൾ ഫേസൊക്കെ ഞാൻ നന്നായി വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ലാക്മിയുടെ പീച്ച് മിൽക്ക് എന്ന് പറയുന്ന മോയ്സ്ചറൈസിങ് ആണ്, ലോഷനാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചെടുക്കുന്നുള്ളൂ കേട്ടോ, ഫോക്കസ് ആണ്. ലിപ് ബാമാണ് അപ്ലൈ ചെയ്യുന്നത്. സാധാ ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ച സാധാ ഒരു ലിപ് ബാമാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇടാനുള്ളതല്ലേ, അപ്പോൾ നമ്മുടെ ലിപ്പൊക്കെ ഒന്ന് മോയ്സ്ചറൈസിങ് ആയിട്ടിരിക്കണം. അതിനാൽ ലിപ് ബാം യൂസ് ചെയ്യുന്നത്. അടുത്തത് വൈറ്റ് ടോൺ ആണ് കേട്ടോ. വൈറ്റ് ടോൺ അടുത്ത കോമ്പാക്ട് പൗഡർ ആണ് കേട്ടോ. കോമ്പാക്ട് പൗഡർ നമ്മളിപ്പോൾ ഇട്ട വൈറ്റ് ടോണിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കോമ്പാക്ട് പൗഡർ ഇടുന്നത്. ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലത്തെ ജെൽ ഐബ്രോ ഫില്ലേഴ്സാണ് കേട്ടോ എടുക്കുന്നത്. ഇത് ബ്ലാക്ക് ഉണ്ട്, ഇതൊരു കാപ്പിപ്പൊടി കളറെന്ന് പറയത്തില്ലേ, കാപ്പിപ്പൊടി കളറുണ്ട്, ബ്ലാക്കും ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ബ്ലാക്കാണ് ഐബ്രോ ഫില്ല് ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ചാണ് കേട്ടോ ഫില്ല് ചെയ്യുന്നത്. ജെൽ ഐബ്രോസ് ആകുമ്പോൾ ഒരു നാച്ചുറൽ ഫിനിഷിങ് കിട്ടും. അത് വരച്ചാണെന്ന് തോന്നത്തില്ല, നമ്മുടെ സാധാ ഐബ്രോസിനെ കണക്കിന് നാച്ചുറലായിട്ടുള്ള ഫിനിഷിങ് കിട്ടും. ഞാൻ കണ്ണാടി നോക്കി ചെയ്യുകയാണ്, എനിക്ക് സ്ക്രീനിൽ നോക്കിയിട്ട് കാണുന്നില്ല. എപ്പോഴും ഐബ്രോസ് ചെയ്യുമ്പോഴും നമ്മുടെ ഈ സ്റ്റാർട്ടിങ്ങിൽ അവിടെ തൊട്ട് തുടങ്ങിയത് എന്നാൽ നമുക്കൊരു നാച്ചുറൽ ഫിനിഷിങ് കിട്ടത്തില്ല. എപ്പോഴും ഈ ഭാഗത്തുനിന്നേ തുടങ്ങുള്ളൂ, ഇവിടെ തൊട്ട് ഒരിക്കലും തുടങ്ങരുത്, ഈ ഭാഗത്തുനിന്നേ തുടങ്ങാവുള്ളൂ. എന്നാലേ നാച്ചുറലായിട്ടുള്ളൊരു ഫിനിഷിങ് കിട്ടുള്ളൂ.
ആയിട്ട് ഇത് സിസ് ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റാണേ. ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ എടുക്കുന്നത്, നമ്മുടെ സ്കിന്നിൻ്റെ അതേ ടൈപ്പ് ന്യൂഡ് ഷെയ്ഡ്. ഇത് ഐലൈനറാണ്. ഇത് ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. ചെറിയ രീതിയിലൊരു വിങ് ലെയറാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. സിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്റിംഗ് പാലറ്റാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചിരിക്കുമ്പോൾ ഇങ്ങനെ ബ്ലഷ് ചെയ്യത്തില്ലേ, ഈ ഭാഗം, ഇവിടെ മൂക്ക്, നമുക്ക് നമ്മുടെ ഫേസിൽ എവിടെയൊക്കെയാണ് ഒന്ന് എടുത്തു നിൽക്കേണ്ടത് ആ ഭാഗത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണിത്. നോസ് ഒന്ന് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ ഐബ്രോസില്ലേ അതിൻ്റെ താഴെ ഐബ്രോസ് ഒന്ന് എടുത്ത് നിൽക്കുന്നതാണ് കാണിക്കൂ. അടുത്തത് മസ്കാരയാണ്. നമ്മുടെ പീലിംഗ് ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആവണമെങ്കിൽ മസ്കാര ഇട്ടേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ലിപ് ലൈനർ വെച്ച് നമ്മുടെ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ലിപ്പ് നല്ല എടുത്ത് നിൽക്കും. അടുത്തത് ലിപ്സ്റ്റിക്കാണ്. ഇതൊരു റെഡ് കളറ്. ഇനി നമുക്കൊന്ന് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം.
ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ടാറ്റാ.